പല ആൾക്കാർക്കും മാർക്കറ്റിൽ പൈസ പോയ കഥ മാത്രമേ ഉള്ളൂ. അതിന്റെ റീസൺ മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ ഇതാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ പ്രതീക്ഷിച്ചിടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് പൈസ പാർക്ക് ചെയ്യുന്നത്. പക്ഷെ പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത് ഓക്കെ ഈ വ്യക്തിക്ക് മാർക്കറ്റിൽ നിന്ന് ഈ വ്യക്തിക്ക് സ്വയം ഒരു പൈസയും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് ആരെവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് ചെയ്യാനും പോവുകയാണെങ്കിലും ആദ്യം നമ്മൾ എവിടെയാണോ പൈസ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൈസ ഏൽപ്പിക്കില്ല നമ്മുടെ ഡിമാറ്റിൽ തന്നെയാണ് ഇടുന്നത്, പക്ഷെ എന്ത് സർവീസ് ആണോ നമ്മൾ അവൈൽ ചെയ്യാൻ പോകുന്നത് ആ പറഞ്ഞ ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് മനസ്സിലാക്കുക. അത് ഈ പറഞ്ഞതിൽ അവർ പറയുന്ന കഥയോ പ്രസന്റേഷനോ അല്ല, അവരുടെ ഈ പറഞ്ഞ വെരിഫൈഡ് P&L, ട്രാക്ക് റെക്കോർഡ്, പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നേരിട്ട് നിങ്ങൾ കണ്ട് വെരിഫൈ ചെയ്യുക. അപ്പൊ അത് ഉറപ്പാക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മളും പേഴ്സണലി അത് തന്നെ കാണിക്കുന്നത്. നമ്മുടെ പോസിറ്റീവ് എന്താണ്, നമ്മൾ എന്താണ് ഒരു ലാസ്റ്റ് 3 വർഷം അല്ലെങ്കിൽ 5 വർഷം മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്രത്തോളം ലോസും എടുത്തിട്ടുണ്ട്, എത്രത്തോളം അപ്സൈഡും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുള്ളൂ. നമ്മളെ വിലയിരുത്താനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. കറക്റ്റ്. അപ്പൊ ആ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് വെരിഫൈ ചെയ്യാം, അതിനുശേഷം മാത്രം മുമ്പോട്ട് പോവാം. ഒരിക്കലും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ വരുന്ന പ്രോമിസിനകത്ത് ഒരിക്കലും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ എപ്പോഴും നമ്പേഴ്സിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഡാറ്റേനെ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യേണ്ടത്.